സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ഓണച്ചന്ത ആരംഭിച്ചു. ഒരുമയുടെ ആഘോഷവുമായി ഒരു ഓണം കൂടി വന്നെത്തി. ഏവർക്കും പവർ പ്ലസ് ഹോം അപ്ലയൻസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബാങ്ക് പ്രസിഡന്റ് KM സലീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് AS വിനയ്കുമാർ സ്വാഗതം പറഞ്ഞു. പൊതുവിപണിയിൽ നിന്ന് തന്നെ സർക്കാർ ഇപ്പോൾ സിവിൽ സപ്ലൈസിൻ്റെ ഇതിൽ നമ്മുടെ LDF ഗവൺമെൻറ് സിവിൽ സപ്ലൈസിൻ്റെ ഔട്ട്ലെറ്റുകൾ, മാവലി സ്റ്റോറുകൾ വഴി, പിന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ ത്രിവേണി സ്റ്റോറുകൾ, കേരളത്തിലെ എല്ലാ സഹകരണ സംഘങ്ങളും, സഹകരിക്കാത്ത സഹകരണ സംഘങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഭൂരിഭാഗം സഹകരണ സംഘങ്ങളും ഇതിൽ സഹകരിച്ചുകൊണ്ടാണ്. പരിമിതമായ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല, ആവശ്യപ്പെട്ട മുഴുവൻ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും അതിനും വേറെ വിഷമം വിചാരിക്കുന്നത് ആദ്യം വന്നവർക്ക് കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കുക, മറ്റു പരിഭവങ്ങളൊന്നും ഉണ്ടാവരുത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ നാട്ടിൽ വെളിച്ചെണ്ണ ഭയങ്കര വേണ്ടുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ വെളിച്ചെണ്ണ 450-460 രൂപ വരെയും വെളിച്ചെണ്ണക്കായി. സർക്കാർ കേരളത്തിലെ വെളിച്ചെണ്ണ മൊത്ത വ്യാപാരികൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വില കുറക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നാളികേരം ഇല്ല, നിങ്ങൾക്ക് വേണ്ടി 10 രൂപ ഒരു കിലോക്ക് കുറച്ച്. അപ്പോൾ സർക്കാർ എന്ത് ചെയ്യുന്നു, 2 ലിറ്റർ വെളിച്ചെണ്ണ സിവിൽ സപ്ലൈസിൻ്റെ ഔട്ട്ലെറ്റ് വഴി സബ്സിഡി നിരക്കിൽ 2 ലിറ്റർ വെളിച്ചെണ്ണ കൊടുത്തപ്പോൾ താനെ വെളിച്ചെണ്ണ വില 370 ഇപ്പോൾ എല്ലാ നമ്മുടെ ഇവിടെ ഉണ്ട് 350 രൂപയ്ക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടും. അങ്ങനെ എല്ലാ സഹകരണ സംഘങ്ങൾ വഴിയും ത്രിവേണി സ്റ്റോറുകൾ വഴിയൊക്കെ വെളിച്ചെണ്ണയൊക്കെ സാധാരണ കഴിയുമ്പോൾ ഉത്സവങ്ങൾ ആകുമ്പോൾ അങ്ങനെ വില കുറച്ച് കിട്ടും. ഈ കുത്തക കച്ചവടക്കാരെ പിടിച്ചുവരെയൊക്കെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇടതു വർഷം സർക്കാർ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പരിമിതമായ സാധനങ്ങളാണെങ്കിലും എല്ലാവരും ചെയ്യുമ്പോൾ ഈ ഓപ്പൺ വിപണിയിലും ഇതിൻ്റെ വില കുറയും. ഇപ്പോൾ ഈ പഴം, പച്ചക്കറി സാധനങ്ങളൊക്കെ ഓണാകുമ്പോൾ ഭയങ്കര വിലക്കയറ്റായിരിക്കുള്ളൂ. ഇപ്പം നമ്മളിവിടെ ചിപ്സ്, വെളിച്ചെണ്ണയിൽ ഇവിടുത്തെ നല്ല ചിപ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ 1 കിലോക്ക് 350 രൂപയ്ക്ക് നമ്മൾ ഇവിടെ കൊടുക്കും. അതായത് ബേക്കറിയിൽ 600 രൂപ, 550 രൂപ വരെ വിൽക്കുന്ന ബേക്കറികളിലൂടെ ഉണ്ട്. നമ്മൾ പരിമിതമായ സാധനമുള്ളൂ. 1 കിലോ ശർക്കര വറ്റി 250 രൂപയും 1 കിലോ കായ വറുത്തത് 350 രൂപയ്ക്ക് നമുക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ സഹകരിക്കണം. കൊടുങ്ങല്ലൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ് ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഈ വരാൻ പോകുന്ന ഓണാഘോഷം ഒരു തരത്തിലും ആളുകളുടെ ജീവിത സാഹചര്യമായി പൊരുത്തപ്പെട്ട് പോകണം എന്നാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളിലും സർക്കാർ നിർദ്ദേശപ്രകാരം കൂടി ഉള്ള പ്രവർത്തനങ്ങൾ, ഓണം, വിഷു, റംസാൻ ഉൾപ്പെടെ, ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വിലക്കയറ്റം പിടിച്ചു നിർത്തി സബ്സിഡി നിരക്കിൽ ആവശ്യമായ ഉൽപ്പന്നങ്ങൾ കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അത് സഹകരണ സ്ഥാപനങ്ങളുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ നീതി സ്റ്റോറുകളും മാവലി സ്റ്റോറുകളും ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ഈ വിലക്കയറ്റം പിടിച്ചെടുത്തിക്കൊണ്ട് സാധാരണക്കാരന് ആവശ്യമായ ഓണനാളിലും അതേപോലെ ഈ ആഘോഷനാളൊക്കെ തന്നെ വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലും. 3200 രൂപ വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരാൾ പോലും ഈ ഓണനാളിൽ പ്രയാസപ്പെടാനോ പട്ടിണിയെടുക്കാനോ പാടില്ല എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ കൂടിയാണ് ഇതിൻ്റെ ഭാഗത്ത് വരുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്കറിയാം ഗ്രാമീണ മേഖലയാണ്. ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഈ ബാങ്കിനെ ആശ്രയിക്കുന്നവരാണ്. അവരെ ജീവിതവുമായി ബന്ധപ്പെട്ട് ദൈനംദിന പ്രവർത്തനങ്ങളിൽ അവർ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഒരു കാരണവശാലും അവരെ കൈവിടാത്ത ഒരു ഭരണസമിതിയാണ് നമുക്കിപ്പോൾ കഴിഞ്ഞ 2 ടൈമായിട്ട് ഈ ബാങ്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാ ആവശ്യങ്ങളും ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ബാങ്ക് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്തും ഈ ബാങ്ക് ഇവിടുത്തെ സഹകാരികളെ കൈവിടാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ പോകുമെന്നുള്ളത് യാതൊരു തർക്കവും നമുക്കില്ല. ഓണവിപണിയിൽ കുത്താമ്പള്ളി വസ്ത്രവിൽപ്പനയും വിലക്കുറവിൽ ചിപ്സുകളും വിൽപ്പനയ്ക്കുണ്ട്. ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP രമേശൻ, മുൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് PA ജോൺസൺ, രാജേഷ് വളർക്കോടി, അഡ്വക്കേറ്റ് M ബിജുകുമാർ, രഘു പരാരത്ത്, KB മഹേശ്വരി, PN രാജീവൻ, ബേബി വിത്തു, ലത ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു. ബാങ്ക് സെക്രട്ടറി MN ചിത്രകുമാരി നന്ദി പറഞ്ഞു.